ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോവിഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സോപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുധപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിത ശ്രീ വിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധൂപയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭോ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് നോക്കേണ്ടത് ശ്രീമദ് ഭാഗവതത്തിന്റെ 1-ാമത്തെ സ്കന്ധം അധ്യായം 6. നാരദ മഹർഷിയും ശ്രീ വ്യാസദേവനും തമ്മിലുള്ള സംവാദമാണ്. നമ്മൾ ശ്ലോകം 26 വരെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. ഇന്ന് നമുക്ക് ശ്ലോകം 27 നോക്കാം. ഹരിബോൽ. ഹരേ കൃഷ്ണ. നാരദ മഹർഷിയുടെ പരിവർത്തനം എങ്ങനെയാണ് എന്ന് പറഞ്ഞു വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു നാരദ മഹർഷി ആ കുട്ടിയായിരുന്നപ്പോൾ, പ്രീവിയസ് ജന്മത്തിൽ കുട്ടിയായിരുന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടാവും എന്ന് ഭഗവാന്റെ ബ്ലെസ്സിങ് ഉള്ളതുകൊണ്ട് അനുഗ്രഹത്തോടു കൂടി ഇപ്പോൾ അത് വ്യാസദേവന് മുന്നിൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഇനിയുള്ള ശ്ലോകം മുതൽ എങ്ങനെയാണ് അതീന്ദ്രിയ ശരീരം ലഭിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ശ്ലോകം 27 നോക്കാം. ഏവം കൃഷ്ണമതേർ ബ്രഹ്മ ആസക്തയസാമലാത്മന കാലപ്രാദുർഭൂത് കാലേ തടിയിൽ സൗദാമനീയഥ. അതായത് വിവർത്തനത്തിൽ പറയുന്നു, അല്ലയോ ബ്രാഹ്മണ വ്യാസദേവ, അപ്രകാരം ശ്രീകൃഷ്ണ ചിന്തയിൽ പരിപൂർണ നിമഗ്നനായിരുന്നതിനാൽ സർവ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും പൂർണ്ണ സ്വതന്ത്രനായി തീർന്നവനാകയാൽ ഞാൻ യാതൊരു അഭിനിവേശവും ഇല്ലാത്തവനായി തീർന്നു. കാലക്രമേണ ഏകകാലത്ത് തന്നെ മിന്നലും പ്രദീപ്തിയും ഉണ്ടാകുന്നത് പോലെ ഞാൻ മൃത്യുവിനെ വരിച്ചു. ഹരിബോൽ. ഹരേ കൃഷ്ണ. ഭയങ്കരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ തത്വജ്ഞാനമാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് ഭൗതിക ശരീരത്തിൽ നിന്ന് അതീന്ദ്രിയ ശരീരം ലഭ്യമാവുക, ആ പ്രോസസ്സാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. ഇപ്പോൾ ബ്രാഹ്മണനായ വ്യാസദേവനോട് പറയാണ്, അങ്ങനെ പരിപൂർണമായിട്ടും ഭഗവാന്റെ ചിന്തയിൽ നിമഗ്നനായിരുന്ന ആ കുട്ടിക്ക് ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും പരിപൂർണനായിട്ട് സ്വതന്ത്രനാകാൻ സാധിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ഭൗതികതയോട് യാതൊരു അഭിനിവേശവും ഇല്ലാതായി തീർന്ന ആ കുട്ടി കാലക്രമേണ, എന്ന് വെച്ചാൽ എത്ര കാലം ഈ ഭൗതിക ലോകത്ത് ജീവിക്കണമോ അത്രയും കാലം വിധി നിശ്ചയം പോലെ ആ കുട്ടി ജീവിച്ചിരുന്നു എന്നും അതിനുശേഷം മിന്നലും പ്രദീപ്തിയും ഉണ്ടാകുന്ന പോലെ, ഇവിടെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് മിന്നലും പ്രദീപ്തിയാണ്. അതായത് മിന്നലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതേ തുടർന്ന് ആ സൗണ്ടും ഉണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ ആ മിന്നലിന്റെ തുടക്കം സൗണ്ടില് അവസാനം, അതായത് ജനനം ഉണ്ടെങ്കിൽ മരണം നിശ്ചയം എന്നത് തന്നെയാണ് ഇവിടെ ഇങ്ങനെ സൂചിപ്പിച്ചത്. മിന്നലുണ്ടെങ്കിൽ ശബ്ദം ഉണ്ടാവും, പ്രദീപ്തി ഉണ്ടാവും എന്നുള്ളത് നിശ്ചയമാണ്. അതുപോലെ തന്നെയാണ് ജന്മം എടുത്താൽ ഒരു മരണം സുനിശ്ചിതമാണ്. അപ്പൊ ആ മരണ സമയത്ത് ആ കുട്ടിക്ക് യാതൊരു ഭൗതിക ആഗ്രഹവും ഇല്ലാതിരുന്നതിനാൽ പരിപൂർണമായിട്ടും ആ ഭൗതിക ശരീരത്തെ ഉപേക്ഷിക്കുവാനും വളരെ ഈസി ആയിട്ട് അതീന്ദ്രിയ ശരീരം സ്വീകരിക്കുവാനും സാധിച്ചു എന്നതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഭാവാർത്ഥം എന്താ പറയുന്നത് നോക്കാം. എങ്ങനെയാണ് നമുക്ക് ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് വിടുതൽ നേടാൻ സാധിക്കുക എന്ന്. ആദ്യം വേണ്ടത് അന്യാഭിലാഷിത ശൂന്യം ജ്ഞാനകർമാടി അനാവൃതം ആനുകൂലേന കൃഷ്ണാനുശീലനം ഭക്തിർ ഉത്തമ എന്നാണ് ഭക്തി രസാമൃത സിന്ധുവിൽ പറയുന്നത്. അതായത് നമ്മുടെ അന്യാഭിലാഷങ്ങളെയൊക്കെ ശൂന്യമാക്കുക. അന്യാഭിലാഷം എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെയൊക്കെ ശൂന്യമാക്കുക, ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ഇല്ലാണ്ടാവുക. അത് എങ്ങനെയെന്ന് ഇവിടെ പറഞ്ഞു തരാണ് ഭാവാർത്ഥത്തില്. എങ്ങനെയാ ചെയ്യാൻ പറ്റുക? അതായത് ചെറിയ വില കുറഞ്ഞ വസ്തുക്കളിൽ ഒരു സമ്പന്നന് യാതൊരു താല്പര്യവുമില്ലാത്തതുപോലെ. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗോൾഡ് ജുവലറി ഉടമയ്ക്ക് അയാളുടെ ഇഷ്ടം പോലെ ഗോൾഡ് ജുവലറി ഉണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും മറ്റേ റോൾഡ് ഗോൾഡ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ്
അങ്ങനെയുള്ള തുച്ഛമായ കാര്യങ്ങൾ യാതൊരു താല്പര്യം ഉണ്ടാവില്ല. നിസ്സാരമായിട്ട് അതിനെ ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ തള്ളിക്കളയാൻ സാധിക്കും. അതുപോലെ ഈ ഭൗതിക മാലിന്യങ്ങളെയെല്ലാം അല്ലെങ്കിൽ ഭൗതിക അഭിലാഷങ്ങളെയെല്ലാം ആ തുച്ഛമായ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഓർണമെന്റ്സ് പോലെ നമുക്ക് തള്ളിക്കളയാൻ പറ്റും. എങ്ങനെ? വിലപിടിപ്പുള്ള വൈഡൂര്യങ്ങൾ പതിച്ച സ്വർണ്ണ ഓർണമെന്റ്സ് കയ്യിലുണ്ടെങ്കിൽ. അപ്പോ ഇത്രയും ഭൗതികതയും ആത്മീയതയും കമ്പയർ ചെയ്യുന്നത് അങ്ങനെയാണ്. വെറും തുച്ഛമായിട്ടുള്ള കാര്യങ്ങളാണ് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ എന്നർത്ഥം. അതായത് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം ജഡമാകുന്ന കാര്യമാണ്. അതിലൊന്നും പെർമനന്റ് ഇരിക്കുന്ന കാര്യങ്ങളെ അല്ല. ഇന്ന് വരും നാളെ പോവും, അതാണ് സിറ്റുവേഷൻ. ഇപ്പോൾ നമ്മൾ എത്രയൊക്കെ ഭൗതികമായിട്ട് വാരി കൂട്ടി വെച്ചാലും മരിക്കുന്ന സമയത്ത് അതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഒറ്റ വകയും ഒരു പൈസ പോലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എന്നാൽ ഭൗതികമായിട്ടുള്ളതിനെ അപേക്ഷിച്ച് ആത്മീയമായിട്ടുള്ള ആ ഉന്നതമായിട്ടുള്ള ആ വാഞ്ച അല്ലെങ്കിൽ ആഗ്രഹം നമ്മൾ വെച്ച് പുലർത്തുകയാണെങ്കിൽ ആ ആഗ്രഹം നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇത്രയും നിസാരമായിട്ട് ഭൗതികതയെ എങ്ങനെ കാണാൻ പറ്റും എന്ന് ചോദിച്ചാൽ ബൈ പ്രാക്ടീസേ പറ്റുള്ളൂ. ഒരു പ്രാവശ്യം ഇങ്ങനെ നാരദ മഹർഷി പറഞ്ഞു, വ്യാസദേവനോട് പറഞ്ഞു, അത് ഞങ്ങൾ പഠിച്ചു അല്ലെങ്കിൽ മനസ്സിലാക്കി എന്ന് വെച്ചുകൊണ്ട് ഈ അടുത്ത നിമിഷം മുതൽ നമുക്ക് ഭൗതികമായിട്ടുള്ള അഭിലാഷങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ വേണ്ട എന്ന് വയ്ക്കാം, അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല. അങ്ങനെ വെച്ചാലും അത് വേണ്ടതാവില്ല. മനസ്സിൽ പല പല ആഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ കാലക്രമേണ നമുക്ക് ആ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും വിടുതൽ നേടാൻ സാധിക്കും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒറ്റയടിക്ക് സാധിക്കുന്ന കാര്യമല്ല, ബൈ പ്രാക്ടീസ്, സ്ലോലി. എങ്ങനെയെന്ന് വെച്ചാൽ ഭഗവാന്റെ സേവനത്തിൽ മുഴുകും തോറും നമ്മൾ ഭൗതികതയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് പരിവർത്തനം ചെയ്തെടുക്കാൻ സാധിക്കുമെന്നതാണ് വാസ്തവം. അതായത് ഭൗതികതയെ നിർബന്ധപൂർവ്വം നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കണ്ട. നമ്മൾ നിർബന്ധപൂർവ്വം ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടാൽ മതി. അപ്പോൾ അതിൽ നിന്നെല്ലാം ഡിറ്റാച്ച്ഡ് ആവും. അതാണ് വാസ്തവം. അങ്ങനെ ആത്മീയ ശരീരം പടിപടിയായിട്ട് ആവിഷ്കരിക്കാൻ സാധിച്ചു എന്നാണ് ഇവിടെ നാരദ മഹർഷി പറയുന്നത്. എത്ര സിമ്പിളായിട്ട് പ്രഭുപാദ നമുക്ക് പറഞ്ഞു തന്നു എങ്ങനെയാണ് ഭൗതികതയിൽ നിന്ന് വിടുതൽ നേടേണ്ടതെന്നും എങ്ങനെയാണ് ആത്മീയതയിൽ ഉന്നതി നേടേണ്ടതെന്നും. വെറും 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസും ഒബേ ചെയ്യുക. ഹരേ കൃഷ്ണ മഹാമന്ത്രം എത്രത്തോളം ജപിക്കാൻ പറ്റുമോ അത്രയും ജപിക്കുക. ബാക്കി ഭക്തിയുത സേവനത്തിൽ നിങ്ങൾക്ക് മനസ്സ് വ്യാപരിപ്പിക്കാനും കൂടെ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും നമ്മൾ ക്രമേണ വിടുതൽ നേടുക തന്നെ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ അതീന്ദ്രിയതയിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും ആത്മീയ പുരോഗതി നേടാൻ സാധിക്കും. അത് ഒരാൾക്കെന്നല്ല ഏതൊരാൾക്കും സാധിക്കുന്ന കാര്യമാണ് എന്നാണ് ആ പ്രീവിയസ് ജന്മത്തിലെ കുട്ടിയായിരുന്ന നാരദ മഹർഷിക്ക് സംഭവിച്ച എക്സാമ്പിൾ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും വളരെ വളരെ വിലപ്പെട്ടവരാണ് ഭഗവാന്റെ മുന്നിൽ. ആ നാരദ മഹർഷിയെ പോലെ ആ പൊസിഷനിൽ എത്താൻ എല്ലാവരെ കൊണ്ടും സാധിക്കും. അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവർക്ക് പറ്റുന്ന കാര്യമാണ്. അതെങ്ങനെയെന്നുള്ളതാണ് ശ്രീല പ്രഭുപാദ നമുക്ക് പറഞ്ഞു തന്നിട്ട് പോയത്. എത്ര മേഴ്സിഫുൾ ആണ് അദ്ദേഹം. ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ മാത്രമായിട്ട് മറ്റൊരു നാരദ മഹർഷിയായിട്ട് മാറാൻ സാധിക്കുമായിരുന്നു. പകരം നമ്മളെ എല്ലാം കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും ചൈതന്യ ചരിതാമൃതം അതുപോലുള്ള വിശിഷ്ട ഗ്രന്ഥങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ കൺമുന്നിൽ തന്നതും ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ പഠിപ്പിച്ചു തന്നതും ഭക്തിയുത സേവനത്തിൽ ഭഗവാനെ എങ്ങനെ വർഷിപ്പ് ചെയ്യാമെന്ന് കാണിച്ചു തന്നതും ഓരോന്നും നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങൾ തന്നതും ശ്രീല പ്രഭുപാദിന്റെ അകമഴിഞ്ഞ കൃപ തന്നെയാണ്. അപ്പോൾ എല്ലായ്പ്പോഴും ആ ഗുരുവിന്റെ മേഴ്സി, ഭഗവാന്റെ മേഴ്സി നമ്മളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. നമ്മൾ ഭക്തിയുത സേവനത്തിൽ മുന്നേറാൻ ആഗ്രഹിച്ചാൽ മതി എന്നാണ് പറയുന്നത്. നമ്മൾ ഒരു ശകലം ആഗ്രഹിച്ചാൽ ഭഗവാൻ കൂടുതൽ ആഗ്രഹം നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാക്കി തരും. അപ്പൊ നമുക്ക് കൂടുതൽ ഭഗവാന്റെ അടുത്തേക്ക് അടുക്കാനും പറ്റും. ഓക്കെ, ഹരിപോലെ ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ സ്നേഹവും മേഴ്സിയും ഒക്കെ കിട്ടുവാനായിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിബോൽ ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. ശ്ലോകം 28. പ്രയുജ്യമാനേ മയിതാം ശുദ്ധാം ഭഗവതീം തനു ആരബ്ധ കർമ്മ നിർവാണോ നൃപതൽപഞ്ച ഭൗതിക. അതായത് പരമദിവ്യോത്തമ പുരുഷന്റെ സന്തത സഹചാരിക്ക് അനുയോജ്യമായൊരു അതീന്ദ്രിയ ശരീരത്താൽ സമ്മാനിതനാകയാൽ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരം ഞാൻ ഉപേക്ഷിച്ചു. അങ്ങനെ ആർജിച്ച സർവ ഫലോദ്ദിഷ്ട കർമ്മ ഫലങ്ങളും നിശ്ചലമായി. അപ്പൊ ആ കുട്ടി പറയാണ്, അങ്ങനെ ക്രമേണ എനിക്കുള്ള ഭൗതിക അഭിലാഷങ്ങളെല്ലാം നിശ്ചലമായി.
അതോടൊപ്പം തന്നെ എൻ്റെ ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. 24 എലമെന്റ്സ് കൊണ്ട് ക്രിയേറ്റഡ് ആണ് ഈ ശരീരം. ആ ശരീരം ഓരോന്നോരോന്നായിട്ട് നിശ്ചലമായി അല്ലെങ്കിൽ ആ പഞ്ചഭൂതത്തിൽ ലയിച്ചു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ, ശരീരം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്നത് ആ ദേഹി മാത്രം, ആത്മാവ് മാത്രം. ആ ആത്മാവില് ദേഹിയോടൊപ്പം 5 ഘടകങ്ങളും ഉണ്ടാവും. ആ 5 ഘടകങ്ങളും അതിൽ പരമാത്മാവിനെ അല്ലെങ്കിൽ ജീവാത്മാവിനെ മാത്രമാക്കി മറ്റു 3 ഘടകങ്ങൾ ഒഴിവാകുമ്പോഴാണ് നമ്മൾ പ്യുവർ സോൾ ആകുന്നത്. ആ പ്യുവർ സോളിന് മാത്രമേ അതീന്ദ്രിയ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനും സാധിക്കുള്ളൂ. കാരണം അതീന്ദ്രനായിട്ടുള്ള ഭഗവാന്റെ ഒരു ചെറിയ അംശം തന്നെയാണ് ഈ അണുമാത്രനായിട്ടുള്ള നമ്മുടെ ജീവാത്മാവ്, എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ആ ജീവാത്മാവ്. ആ ജീവാത്മാവ് പരമാത്മാവിനോടൊപ്പം മനസ്സ്, ബുദ്ധി, മിഥ്യ, അഹങ്കാരം ഈ 3 ഘടകങ്ങളോട് ചേർന്ന് 5 കാര്യങ്ങളായിട്ടാണ് ദേഹി എന്ന് പറയുന്നത് പുറത്തു പോകുന്നത്. ആ ദേഹിയിൽ ഇരുന്നു കൊണ്ട് ആ ആത്മാവിന് പരിപൂർണമായിട്ടും മറ്റു 3 കാര്യങ്ങളെയും വിടുതൽ നേടാൻ സാധിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ ദേഹത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന കർമ്മത്തിന്റെ റിസൾട്ട് ആയിട്ടാണ് അങ്ങനെ സാധിക്കുക. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കെല്ലാം റിസൾട്ട് ഉണ്ടാവും. ആ റിസൾട്ട് അനുഭവിക്കാനാണ് വീണ്ടും വീണ്ടും നമ്മൾ ജന്മങ്ങൾ എടുക്കേണ്ടി വരുന്നത്. എപ്രകാരമാണോ ആ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് റിസൾട്ട് ഇല്ലാതാവുന്നത്, അപ്പോൾ മുതലേ നമ്മൾ അതീന്ദ്രിയയിലേക്ക് ഉയരാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഹരിബോൽ കൃഷ്ണ. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ പർപ്പട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ഒരു ജീവൻ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഭൗതികമായ ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിലിരുന്നു കൊണ്ട് ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അത് ഇന്ദ്രകോപം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഉറുമ്പ് പോലത്തെ ജീവിയുടെ പേരാണ് ഇന്ദ്രകോപം എന്ന് പറയുന്നത്. ആ ജീവി മുതൽ വലിയ ഇന്ദ്രൻ വരെ ഏതൊരാൾക്കും ജന്മം എടുത്തു കഴിഞ്ഞാൽ, ഭൗതിക ശരീരം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർമ്മഫലം അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. മരണം ഉണ്ടാവും, അതേ തുടർന്ന് വീണ്ടും ജനനം ഉണ്ടാവും. കാരണം പ്രീവിയസ് ജന്മത്തിലെ കർമ്മത്തിന്റെ റിസൾട്ട് അനുഭവിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് ഇപ്പോൾ മനുഷ്യജന്മം കിട്ടിയത് എന്തോ സുകൃതിയൊക്കെ ചെയ്തത് കൊണ്ടാണ് നമുക്കിപ്പോൾ മനുഷ്യജന്മം കിട്ടിയത്. മാത്രമല്ല ആ സുകൃതിയുടെ ഫലമായിട്ടാണ് നമുക്കിപ്പോൾ ഒരു ഗുരുവിനെ അറിയാനും ഈ അതീന്ദ്രിയ ജ്ഞാനം മനസ്സിലാക്കാനും ഒക്കെ ഒരു ഭാഗ്യം സിദ്ധിച്ചത് പ്രീവിയസ് ജന്മത്തിലെ നമ്മുടെ സുകൃതി കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ആ സുകൃതി ഇല്ലാത്തവർക്ക് ആർക്കും ഇതിൽ കണക്റ്റഡ് ആവാനോ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനോ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടാനോ അഥവാ നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ പോലും അവർക്ക് വിശ്വാസം വരാതെ ഇരിക്കുന്നതിന്റെ കാരണം അവർക്ക് ആ സുകൃതി ഇല്ലാത്തത് കൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്പിരിച്വൽ മാസ്റ്റർ ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മളെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണോ നമ്മൾ സ്പിരിച്വൽ മാസ്റ്ററിനെ കണ്ടുമുട്ടുന്നത്, അല്ലെങ്കിൽ ഏത് ജന്മത്തിലാണോ സ്പിരിച്വൽ മാസ്റ്ററിനെ തിരിച്ചറിയുന്നത്, കണ്ടുമുട്ടുന്നത്, അപ്പോൾ മുതൽ നമ്മൾ സ്പിരിച്വൽ മാസ്റ്ററിന്റെ പിടിയിലാകും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ അതുവരെയുള്ള കർമ്മഫലങ്ങളെല്ലാം നള്ളിഫൈ ചെയ്ത് നമുക്ക് സുകൃതികൾ കൂടി വരും. ഇപ്പൊ നാരദ മഹർഷിക്ക് ആ വേദാന്തികളുടെ സാമീപ്യത്താൽ ആ കർമ്മഫലങ്ങളെല്ലാം ഓൾമോസ്റ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളത് ആ കുട്ടി ആദ്യമേ നമുക്ക് പറഞ്ഞു തന്നു. ആ 5 വയസ്സുള്ളപ്പോൾ തന്നെ അവരുടെ ഉച്ഛിഷ്ടം, അതായത് ആ പ്രസാദം, അവരുടെ ഭക്ഷണം, സാധാരണ അവരാരും ഇങ്ങനെ ഭക്ഷണം ബാക്കി വെക്കാറില്ല, പ്രസാദമായെന്ന് കരുതി വളരെ കുറച്ചേ അവർ സ്വീകരിക്കാറുള്ളൂ. അതിൽ തന്നെ ഒട്ടും തന്നെ ബാക്കി വെക്കാറും ഉണ്ടാവില്ല. പക്ഷെ അതിൽ നിന്നും ശിഷ്ടം വന്ന 1-2 അരിമണികളുടെ ആ വേവിച്ച സാധനം മാത്രം ആ കുട്ടിക്ക് കഴിക്കാൻ സാധിച്ചതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് എൻ്റെ പ്രീവിയസ് ജന്മ കർമ്മഫലങ്ങളെല്ലാം നിഷ്ഫലമായി എന്ന് അവിടെ തന്നെ പറഞ്ഞു. അങ്ങനെ ആചാര്യന്മാരുടെ കൃപ കൊണ്ട് നമ്മൾക്ക് ഒരുപാട് പാപകർമ്മ ഫലങ്ങളെല്ലാം നള്ളിഫൈ ചെയ്യുന്നുണ്ട്. അതിന് പകരം നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിലൂടെയും നമ്മുടെ പാപകർമ്മങ്ങൾ നള്ളിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ എത്രത്തോളം പാപകർമ്മങ്ങൾ കുറഞ്ഞു വരുമോ അത്രത്തോളം നമ്മളിൽ സുകൃതി കൂടി വരികയും ചെയ്യും. ആ സുകൃതിയുടെ റിസൾട്ട് കൂടെ അനുഭവിക്കുന്നത് അതീന്ദ്രിയാവസ്ഥയിലാണെങ്കിൽ മാത്രമേ, അതല്ലെങ്കിൽ അതീന്ദ്രിയമായിട്ടുള്ള റിസൾട്ട് അനുഭവിക്കാൻ നമ്മൾ ക്വാളിഫൈഡ് ആകുമ്പോൾ ഭൗതികമായിട്ടുള്ള ആ സുകൃതിയുടെ ഫലങ്ങളെല്ലാം നിഷ്ഫലമാവും. അതായത് സൽക്കർമ്മങ്ങൾക്കും റിസൾട്ട് ഉണ്ട്, പാപകർമ്മങ്ങൾക്കും റിസൾട്ട് ഉണ്ട്. അപ്പൊ സൽക്കർമ്മങ്ങളുടെ റിസൾട്ട് കൂടെ നള്ളിഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതീന്ദ്രതയിലേക്ക് പരിപൂർണമായിട്ടും എത്തിച്ചേരാൻ സാധിക്കൂ. അപ്പൊ ഇവിടെ പറയുന്നത് എല്ലാ കാര്യങ്ങളും ഈ കുട്ടിക്ക് അനുകൂലമായി വന്നു ഡ്യൂ ടു ഭഗവാൻസ് ബ്ലെസ്സിങ്സ് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഭഗവാന്റെ കൃപയാൽ, ഭഗവാന്റെ ആ കൺമുന്നിൽ കാണാൻ സാധിച്ചല്ലോ, ആ ഒരു ദർശനത്താൽ തന്നെ ഈ കുട്ടി പരിപൂർണമായിട്ടും ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും മുക്തനായി. പക്ഷേ ജീവിക്കേണ്ട കാലഘട്ടം അത്രയും വിധിച്ചിട്ടുള്ളതിനാൽ അത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ആ കുട്ടിയുടെ ശരീരം വെടിഞ്ഞതും പിന്നെ നാരദ മഹർഷിയുടെ അതീന്ദ്രിയ ശരീരം ലഭിച്ചതും എന്നിവിടെ സൂചിപ്പിച്ചു തരുന്നു. ഹരിബോൽ ഹരേ കൃഷ്ണ. നെക്സ്റ്റ് ശ്ലോകത്തിലേക്ക് പോകാം. ശ്ലോകം 29. കൽപ്പാന്ത ഇതമാദായ ശയാനേ അബ്ദ സ്യൂനദ്നദ
ശിശയുഷോരനു പ്രാണം വിവിശേ അന്തരഹം വിഭോ. അപ്പൊ ഇവിടെ പറയുന്നത് എന്തെങ്കിലും കാരണത്താല് ഞാൻ ശ്ലോകം ചൊല്ലുമ്പോ ഉള്ളില് ചിലപ്പോ തോന്നും എത്ര നൈസായിട്ട് ഞാൻ ശരിക്കും ഈ ശ്ലോകങ്ങളൊക്കെ ഞാൻ ഇപ്പൊ തന്നെയാണ് കാണുന്നത്. കുറെ പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും ഓരോ പ്രാവശ്യവും പുതുമയായിട്ട് തന്നെയാണ് അനുഭവപ്പെടുക. അങ്ങനെ വായിക്കുമ്പോൾ ഉള്ളിൽ ചെറിയൊരു അഹങ്കാരം തോന്നിയാൽ ആ നിമിഷം നാക്ക് ട്വിസ്റ്റ് ആവും. എനിക്കത് വായിക്കാൻ പറ്റാറില്ല. അതൊരു ഭഗവാന്റെ ഒരു കളി പോലെ എനിക്ക് തോന്നുന്നത്. കാരണം അഹങ്കാരം വന്നാൽ അപ്പോഴടി കിട്ടും, ഉറപ്പാണ്. അപ്പൊ ഞാൻ വായിക്കുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട്, അപ്പൊ തിരിച്ച് സംഭവിക്കാറുണ്ട്. സോറി. ഹരിബോൽ ഹരേ കൃഷ്ണ. ഞാൻ ശ്ലോകം അതോടെ വായിക്കാം. കൽപ്പാന്ത ഇതമാദായ ശയാനേ അബ്ബസ്യൂൻ ധന്യത ശശി ഈശോരനുപ്രാണം വിവിശേ അന്തരഹം വിഭോ. അതായത് യുഗ അന്ത്യത്തിൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ നാരായണൻ സർവസംഹാരകമായ പ്രളയജലത്തിൽ ശയിക്കുമ്പോൾ ബ്രഹ്മാവ് സർവസൃഷ്ടി ഘടക സമേതനായി ഭഗവാനിൽ പ്രവേശിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ഞാനും ഭഗവാന്റെ നിശ്വാസത്തിലൂടെ പ്രവേശിച്ചു. വളരെ വളരെ ഹൈ ഫിലോസഫിയാണ് ഇവിടെ ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. എന്താണ്? യുഗാന്ത്യത്തിൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ നാരായണൻ സർവസംഹാരകമായ പ്രളയജലത്തിൽ ശയിക്കുമ്പോൾ ബ്രഹ്മാവ് സർവസൃഷ്ടി ഘടക സമേതനായി ഭഗവാനിൽ പ്രവേശിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ഞാനും ഭഗവാന്റെ നിശ്വാസത്തിലൂടെ പ്രവേശിച്ചു. ഇത് ഏതൊക്കെ ഭഗവാനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പറയുന്നത്? കാരണോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു. ഇവര് മൂന്നുപേരിലൂടെയാണ് സൃഷ്ടിസ്ഥിതി സംഹാരം നടക്കുന്നത്. ഇവിടെ പറയുന്ന സംഹാരം യുഗ അന്ത്യത്തിൽ എന്ന് പറഞ്ഞാല് അനിലേഷനെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അനിലേഷൻ എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള അനിലേഷൻ സംഭവിക്കുന്നുണ്ട്. സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്ന അനിലേഷനിൽ മെയിനായിട്ട് നമുക്ക് 3 അനിലേഷനെ പറ്റി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവാം. അതായത് ഒന്നാമത്തെ അനിലേഷൻ എന്ന് പറഞ്ഞാല് ഒരു ദിവ്യയുഗം അവസാനിക്കുമ്പോൾ സംഭവിക്കുന്ന അനിലേഷൻ. ദിവ്യയുഗം എന്ന് പറഞ്ഞാല് സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഈ 4 യുഗം അവസാനിക്കുമ്പോൾ ഒരു പ്രളയം സംഭവിക്കുകയും അത് നമ്മുടെ ഭൂമിയെ പ്രളയത്തിൽ ആഴ്ത്തുകയും ഭൂമിയിൽ മാത്രം അല്ലെങ്കിൽ ഭൂമണ്ഡലത്തിൽ മാത്രം അനിലേഷൻ സംഭവിക്കുകയും ചെയ്യുന്നതാണ് ഒരു യുഗ അന്ത്യത്തിൽ സംഭവിക്കുന്ന പ്രളയം. അത് ഭൂമണ്ഡലത്തിൽ മാത്രം പ്രളയം സംഭവിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു മന്വന്തരത്തിൽ സംഭവിക്കുന്ന പ്രളയമുണ്ട്. അതായത് ഒരു മനുവിന്റെ കാലശേഷം, അതായത് ഒരു മനു എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിന്റെ ഒരു പകലില് 14 മനുക്കൾ വന്നു പോകും. അപ്പൊ ഒരു മനുവിന്റെ ആയുസ് എന്ന് പറയുന്നത് 72,000 വർഷം ദിവ്യയുഗങ്ങളാണ്. 72,000 ദിവ്യയുഗങ്ങളാണ്. ആ 72,000 ദിവ്യയുഗങ്ങൾ കഴിയുമ്പോൾ മനുവിന്റെ മരണം സംഭവിക്കുകയും അന്നേരം ഒരു പ്രളയം സംഭവിക്കുകയും ആ പ്രളയത്തിൽ സ്വർഗലോകം മുതൽ താഴോട്ടുള്ള 10 ലോകങ്ങളും അനിലേറ്റഡ് ആകും. അതായത് സ്വർഗം, ഭൂവർലോകം, പിന്നെ ഭൂമണ്ഡലം, അതായത് നമ്മുടെ ഭൂമി ഇരിക്കുന്ന ഭൂലോകം, അതിന് താഴെ 7 ലോവർ പ്ലാനറ്ററി സിസ്റ്റം, അങ്ങനെ 7 3 10 ലോകങ്ങൾ അനിലേറ്റഡ് ആകും. എന്നാൽ ഹയർ പ്ലാനറ്ററി സിസ്റ്റം മഹാർലോകം, ജനലോകം, തപലോകം, സത്യലോകം, ഇത് 4 ഉണ്ടാവും. അത് എൻ്റെ അർത്ഥം ബ്രഹ്മാവും അവിടെ ഉണ്ടെന്നാണ്. ഈ മഹർലോകത്തിൽ എന്ന് പറഞ്ഞാല് ഭൂമിയിൽ ഇരുന്നു കൊണ്ട് അഷ്ടാംഗ യോഗ പ്രാക്ടീസ് ചെയ്ത് സിദ്ധി നേടുന്ന യോഗികളാണ് മഹർലോകത്തിലെ അന്തേവാസികൾ അവിടെ എത്തിപ്പെടുന്നത്, ഹയർ പ്ലാനറ്ററി സിസ്റ്റത്തിൽ എത്തിപ്പെടുന്നത്. അതുപോലെ മഹർഷീശ്വരന്മാരാണ് ജനലോകത്തിൽ എത്തിപ്പെടുന്നത്. അതുപോലെ 4 കുമാരാസ് ആണ് തപലോകത്തിൽ ഇരുന്ന് ഫുൾ ടൈം ഭഗവാനിൽ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സത്യലോകത്തിൽ ബ്രഹ്മാവ് ഇരിക്കുന്നു. അങ്ങനെയുള്ള 4 ഹയർ പ്ലാനറ്ററി സിസ്റ്റം അനിലേറ്റഡ് ആവില്ല. എന്നാൽ ബ്രഹ്മാവിന്റെ ഒരു ആയുസ് തീരുമ്പോൾ മൂന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അനിലേഷൻ എന്ന് പറയുന്നത് ബ്രഹ്മാവിന്റെ ഒരു ആയുസ് 100 വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ 100 വയസ്സ് എത്ര സോളാർ ഇയർ ആണെന്നുള്ളത് നമ്മുടെ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് കണക്കൂട്ടി ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഭഗവത്ഗീതയിലും ഭാഗവത്തിലും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ദിവ്യയുഗ 1000 ദിവ്യയുഗ സഹസ്രം എന്ന് പറഞ്ഞിട്ട് ഒരു ശ്ലോകം ഭഗവത്ഗീതയിലുണ്ട്. അതിലാണ് സൂചിപ്പിച്ചിരിക്കുന്ന ബ്രഹ്മാവിന്റെ ആയുസിന്റെ ദൈർഘ്യം. അങ്ങനെ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ബ്രഹ്മാവിന്റെ മരണത്തിന് ശേഷം ഈ ബ്രഹ്മാണ്ടം മൊത്തം അനിലേറ്റഡ് ആകും. കംപ്ലീറ്റ്
ഡീവാസ്റ്റേഷൻ നടക്കും. അങ്ങനെ നടക്കുന്ന സമയത്ത് ഓരോ ബ്രഹ്മാണ്ടത്തിന്റെയും അന്തസത്ത അല്ലെങ്കിൽ ജീവാത്മാക്കൾ, നമ്മളെ പോലെയുള്ള ജീവാത്മാക്കളെല്ലാം ഗർഭോദകശായി വിഷ്ണുവിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. ഗർഭോദകശായി വിഷ്ണു എന്ന് പറയുന്നത് വിരാട രൂപത്തിൽ ഇരിക്കുന്ന ക്ഷീരോദകശായി വിഷ്ണുവുമാണ്. കാരണം ക്ഷീരോദകശായി വിഷ്ണുവാണ് ബ്രഹ്മാണ്ടത്തെ ആവരണം ചെയ്തിരിക്കുന്നത്. ആ ബ്രഹ്മാണ്ടമാണ് റീവൈൻഡ് ആയിട്ട് ഗർഭോദകശായി വിഷ്ണുവിൽ പ്രവേശിക്കുന്നത്. ആ പ്രവേശിക്കുന്നതിനോടൊപ്പം നമ്മൾ ജീവാത്മാക്കളും പ്രവേശിക്കും. എന്നാൽ ഭൗതികമായിട്ട് ഒരു ചെറിയ ഒരു അവശിഷ്ടം അവിടെ ബാക്കി വരും. ആ ബാക്കി വരുന്നതാണ് അപ്രകടിത എന്ന് പറഞ്ഞിട്ട് പ്രധാന എന്നുള്ള രൂപത്തിൽ ഒരു ക്ലൗഡ് ഫോമിൽ അവശിഷ്ടം മാത്രമായിട്ട് ഇരിക്കുന്നത്. അതവിടെ ഇരുന്നോട്ടെ. അത് പിന്നീട് സൃഷ്ടികർമ്മം നടത്തുമ്പോഴാണ് അത് മഹത്വത്വമായിട്ട് അജിറ്റേറ്റഡ് ആകുന്നത്, കാര്യങ്ങൾ ക്രിയേഷൻ എല്ലാം നടക്കുന്നത്. അപ്പോൾ എല്ലായ്പ്പോഴും അനിലേഷൻ നടക്കുമ്പോൾ ഒരു ചെറിയൊരു അവശിഷ്ടം ബാക്കി വരും. ബാക്കിയെല്ലാം, അതായത് അതീന്ദ്രിയമായിട്ടുള്ളതെല്ലാം ഭഗവാന്റെ ഉള്ളിലേക്ക് പോകും. ഭൗതികമായിട്ടുള്ളതെല്ലാം ഒരു പിടി ചാരം പോലെ അവശേഷിക്കുകയും ചെയ്യും. അങ്ങനെ കാരണോദകശായി വിഷ്ണുവിന്റെ ഒരു ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴാണ് അസംഖ്യം ബ്രഹ്മാണ്ടങ്ങൾ വരുന്നത്. അതേപോലെ ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഈ ഭൗതിക പ്രപഞ്ചം ഒട്ടാകെ ഉള്ളിലേക്ക് പോകും. അങ്ങനെ പോയ കൂട്ടത്തിൽ ബ്രഹ്മാവിനോടൊപ്പം ഞാനും നാരദ മഹർഷിയും പോയി എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത സൃഷ്ടികർമ്മം നടക്കുമ്പോൾ ആ കുട്ടിയായിരുന്നത് അതീന്ദ്രിയ ശരീരം ലഭിച്ച് നാരദ മഹർഷിയായിട്ട് മാനസപുത്രനായിട്ട് ബ്രഹ്മാവിൽ നിന്നും വരും. അങ്ങനെയാണ് സൃഷ്ടികർമ്മം. അപ്പോൾ ഒരു അനിലേഷൻ കഴിഞ്ഞ് അടുത്ത സൃഷ്ടികർമ്മം, അനിലേഷൻ സൃഷ്ടി, അനിലേഷൻ സൃഷ്ടി, ഇങ്ങനെ അത് അനുസ്യൂതം നടന്നുകൊണ്ടേയിരിക്കുന്ന പ്രോസസ്സാണ്. ഓക്കെ, ഹരിബോൽ, ഹരേ കൃഷ്ണ. ഇപ്പോൾ കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ തന്നെ കൂടുതൽ പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആകും. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലോ ഒക്കെ നിങ്ങൾ മെൻഷൻ ചെയ്താൽ അവിടെ ഞാൻ ക്ലിയർ ആക്കി തരാം. ഹരിബോൽ, ഹരേ. നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാൻ ജനനവുമില്ല മരണവുമില്ലാത്തതാണ്. ഭഗവത്ഗീത 4.9 പറയുന്നത് പോലെ ജന്മ കർമ്മച മേ ദിവ്യം യോമേ വേത്തി തത്വതഃ തെക്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സ്വ അർജുന. അതായത് ആരാണോ എൻ്റെ ദിവ്യമായിട്ടുള്ള ജന്മവും കർമ്മവും അതെല്ലാം അതീന്ദ്രിയമായിട്ടാണ് ഉള്ളതാണ് എന്ന് തിരിച്ചറിയുന്നത്, അവർക്ക് പിന്നെ ഈ ഭൗതിക ലോകത്ത് ജന്മം എടുക്കേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. അപ്പോ ഭഗവാന്റെ ആ അതീന്ദ്രിയത പോലെ തന്നെ നാരദ മഹർഷി, ബ്രഹ്മദേവൻ, സപ്തർഷികള്, 4 കുമാരാസ് ഇവരെല്ലാം അതീന്ദ്രിയ അവസ്ഥയിൽ ഉള്ളവരാണ്. പക്ഷെ എങ്ങനെയാണോ വസുദേവസുതനായിട്ട് ദേവകി പുത്രനായിട്ട് ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചത്, അതുപോലെ ഓരോ ബ്രഹ്മാണ്ടത്തിനകത്തും ബ്രഹ്മാവിൽ നിന്നും പൂജാതനാകുന്നു എന്ന് പറയുന്നു. അപ്പൊ നാരദ മഹർഷിയെ മാനസപുത്രൻ എന്നാ പറയാ, ബ്രഹ്മാവിന്റെ മാനസപുത്രൻ എന്ന്, അതായത് മനസ്സിൽ നിന്ന് വന്നു എന്ന്. അതുപോലെ 4 കുമാരാസം ബ്രഹ്മാവിൽ നിന്നാണ് വന്നത്. എങ്ങനെയാ വന്നത്? ആ സമാധി പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ആ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സ്വസ്ഥതയും ശാന്തി, സമാധാനം, ആ തപസ്യ, അതിൻ്റെയൊക്കെ റിഫ്ലക്റ്റ് ആയിട്ടാണ് ആ 4 കുമാരാസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ബ്രഹ്മാവിൽ നിന്ന് വന്നത് ജസ്റ്റ് ഒരു മീഡിയ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ആവിർഭവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതീന്ദ്രിയ ലോകത്തേക്ക് ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ല, ഭഗവാൻ മാത്രം മതി. ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ സോൾ, പ്യുവർ ആയിട്ടുള്ള ആ സോളിന് അതീന്ദ്രിയാവസ്ഥയിൽ എത്തിച്ചേരാൻ സാധിക്കും. എന്നാൽ ഭൗതിക ലോകത്ത് വരണമെങ്കിൽ ഒരു മീഡിയം വേണം. അതുകൊണ്ടാണ് നമ്മൾ അച്ഛനമ്മമാരിലൂടെ പുറത്തേക്ക് വരുന്നത് എന്നർത്ഥം. അങ്ങനെ നമ്മുടെ അതീന്ദ്രിയ അവസ്ഥയിൽ അനുസരിച്ച് നമുക്ക് ബ്രഹ്മാവിന്റെ മാനസപുത്രരായിട്ടോ അല്ലെങ്കിൽ അത്രയും ഉള്ള ഹൈ എലിവേറ്റഡ് പൊസിഷൻ നമുക്ക് ലഭിക്കും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഹരിബോൽ, ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം നോക്കാം. ശ്ലോകം 30. സഹസ്രയുഗ പര്യന്തേ ഉത്ഥായേദം സൃക്ഷത മരീചി മിശ്രയാ ഋഷയാ പ്രാണഭ്യോഹം ച ജഞ്ജിരേ. അതായത് 4,00,000 എത്രയോ വർഷം, സൗരവർഷങ്ങൾക്ക് ശേഷം ഭഗവത ഇച്ഛയാൽ പുനർ സൃഷ്ടിക്കായി ബ്രഹ്മാവ് ഉണർന്നപ്പോൾ മരീചി, അങ്കിരൻ, അദ്രി തുടങ്ങിയവരെ പോലെയുള്ള സർവ ഋഷിമാരും ഭഗവാന്റെ അതീന്ദ്രിയ ശരീരത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടു. അനന്തരം അവരോടൊപ്പം ഞാനും ആവിർഭവിച്ചു. കണ്ടോ? അപ്പോൾ ഇതൊരു യുഗത്തിന്റെ അവസാനം പറയാണ്. ദിവ്യയുഗങ്ങള്, എത്രയോ ദിവ്യയുഗങ്ങൾ അവസാനിച്ചു, ബ്രഹ്മാവിന്റെ 100 ആയുസ് അവസാനിച്ചു. അങ്ങനെ വീണ്ടും സൃഷ്ടികർമ്മം തുടങ്ങുമ്പോൾ ഭഗവാന്റെ അതീന്ദ്രിയ ശരീരത്തിൽ നിന്നും ഇങ്ങനെയുള്ള അണുക്കൾ എന്ന് പറഞ്ഞാൽ ജീവാത്മാക്കള് ബ്രഹ്മാവിലൂടെ ആവിർഭവിക്കുന്നു അല്ലെങ്കിൽ പുറത്തു വരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. അങ്ങനെ വന്നവരാണ് മരീചി മഹർഷി, അങ്കിരസ്, അദ്രി, നാരദ മഹർഷി, സപ്തർഷികള്. അവരൊക്കെ വന്നത് അങ്ങനെയാണെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു.
ഭാവാർത്ഥം വായിക്കുക, പറഞ്ഞുതരാം. 4,32,000 വർഷമാണ് കലിയുഗം എന്ന് നമുക്ക് അറിയാം. അത് കാണാപ്പാഠം പഠിച്ചതാണ്. 432. ആ 432 ഇൻറ്റു 10⁻⁷ അതാണ് ബ്രഹ്മാവിന്റെ ആയുസ്. കാരണം ഇത്രയൊക്കെ ആഡ് ചെയ്ത് വന്നാലും ലാസ്റ്റ് വരുന്നത് 432 ആണ്. അതെ അതെ. അപ്പൊ കലിയുഗത്തിനെ മാത്രം ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മതി, ബാക്കി എല്ലാ കണക്കും ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അപ്പൊ 432 432 ഇൻറ്റു 10⁻⁷ അതാണ് ഒരു ബ്രഹ്മാവിന്റെ ആയുസ്. ഓക്കെ. അപ്പൊ ഇവിടെ പറയുന്നത് ആകയാൽ ഈ ക്ലിപ്തകാലം ബ്രഹ്മശ്രേഷ്ഠാവായ ഗർഭോദകശായ വിഷ്ണുവിന്റെ സ്വരൂപത്തിനുള്ളിൽ യോഗനിദ്രയിൽ വിശ്രമിക്കുന്നു. അതായത് നമ്മൾ കണ്ടു, കാരണോദകശായ വിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്ന് അസംഖ്യം ബ്രഹ്മാണ്ടങ്ങൾ വരുന്നു. ആ അസംഖ്യം ബ്രഹ്മാണ്ടങ്ങളിൽ ഓരോന്നിന്റെ അകത്തേക്ക് ഗർഭോദകശായ വിഷ്ണു പ്രവേശിക്കുന്നു. ആ പ്രവേശിക്കുന്ന ഗർഭോദകശായ വിഷ്ണുവിന്റെ നേവലിൽ നിന്ന് വന്ന താമരത്തണ്ടിലാണ് ബ്രഹ്മാവ് ഭൂജാതനായത്. അപ്പൊ ആ താമരത്തണ്ടിലൂടെ നേവലിൽ കൂടെ വന്ന് ആ താമരപ്പൂവിനുള്ളിൽ വരണമെങ്കിൽ അതുവരേക്കും ഗർഭോദകശായ വിഷ്ണുവിന്റെ ശരീരത്തിനുള്ളിൽ തന്നെയാണ് ആ ബ്രഹ്മാവ് ഉറങ്ങുന്നത് എന്ന് മനസ്സിലാക്കണം. ശരിക്കും അതുകൊണ്ടാണ് ആ വിഷ്ണുവിനെ ഗർഭോദകശായ വിഷ്ണു എന്ന് പറയുന്നത് തന്നെ. ഗർഭത്തിൽ പേറുന്നു. ബ്രഹ്മാവിനെ പേറുന്നത് പോലെ നമ്മളെ ജീവാത്മാക്കളെയൊക്കെ ഗർഭത്തിൽ പേറുകയാണ്. പക്ഷെ നമ്മുടെ അക്കോർഡിംഗ് ടു അവർ പ്രീവിയസ് കർമ്മ നമ്മൾ ബ്രഹ്മാവാകുന്നില്ല, പകരം ജീവികളാകുന്നു, മൃഗമാകുന്നു, മനുഷ്യനാകുന്നു, മരമാകുന്നു, അക്കോർഡിംഗ് ടു അവർ പ്രീവിയസ് കർമ്മ. ബ്രഹ്മാവിന്റെ പൊസിഷനിലേക്ക് എത്താൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ജീവാത്മാക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ജീവാത്മാവിനെ മാത്രമേ ബ്രഹ്മാവാക്കുള്ളൂ. ആ ക്വാളിഫിക്കേഷൻ ഉള്ള ജീവാത്മാക്കൾ ഇല്ല എങ്കിൽ ഭഗവാൻ തന്നെ സ്വയം ബ്രഹ്മാവാകും. അങ്ങനെയാണ്. അപ്പോ ഓരോ ബ്രഹ്മാണ്ടത്തിനുള്ളിലും ഇതുപോലെ ബ്രഹ്മാക്കൾ ഉണ്ടാകും. ഏതെങ്കിലും ബ്രഹ്മാണ്ടത്തിനകത്ത് ബ്രഹ്മാവാകാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ജീവാത്മാക്കൾ ഇല്ലെങ്കിൽ അവിടെ ഭഗവാൻ ബ്രഹ്മാവായിട്ടിരിക്കും. പിന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ജീവാത്മാക്കൾ വരുമ്പോൾ ആ ബ്രഹ്മാവിന്റെ കാലശേഷം അത് ബ്രഹ്മാവായിക്കോളും. അങ്ങനെ. അപ്പൊ ഇതാണ് ഭഗവാന്റെ സൃഷ്ടിസ്ഥിതി സംഹാരം. ഇത് ഒരു ചക്രം പോലെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ജനിക്കുന്നു, മരിക്കുന്നു, ജനിക്കുന്നു, മരിക്കുന്നു. അതുപോലെ തന്നെ ഭഗവാൻ ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, ശ്വാസം പുറത്തേക്ക് വിടുന്നു, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, ശ്വാസം പുറത്തേക്ക് വിടുന്നു. ആ ഒരു ശ്വാസനിശ്വാസത്തിന്റെ ഗ്യാപ്പ് മാത്രമാണ് ഈ ബ്രഹ്മാണ്ടത്തിന്റെ ഒക്കെ നിലനിൽപ്പ്. അപ്പൊ ആ ശ്വാസം എടുക്കുന്ന ആൾ എത്രത്തോളം ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കണം. ഈ കാരണോദകശായ വിഷ്ണുവിന്റെ വലിപ്പം ഒന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ ആരെക്കൊണ്ടെങ്കിലും? അതാണ് ഭഗവാൻ. അത്രയും വിഭു മാത്രനാണ് ഭഗവാൻ. എന്നിട്ടാണ് ഇവിടെ ആൾ ദൈവങ്ങൾ കിടന്ന് വിളയാടുന്നതെന്ന് അർത്ഥം. ഓക്കെ. ഹരിപോലെ ഹരേ കൃഷ്ണ. അടുത്തെന്താ അതിലെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ള? അങ്ങനെ ശ്രീ നാരദനും പ്രാദുർഭവിച്ചു, ഒരു മനുഷ്യൻ അതേ ശരീരത്തോടു കൂടി നിദ്രയിൽ നിന്നും ഉണരുന്നത് പോലെ. അപ്പൊ നമ്മൾ ഉറക്കത്തിൽ ശരിക്കും ഉറങ്ങുന്നതും മരണം പോലെ തന്നെയാന്നാ പറയണത്. ഉറക്കത്തില് നമ്മൾ എവിടെയൊക്കെ പോകുന്നു? ചിലര് സ്വപ്നങ്ങളൊക്കെ കാണുന്നു, ചിലര് ഒന്നും അറിയാതെ ഗാഠനിദ്രയിലാകുന്നു. രാവിലെ ഉണരുമ്പോ ചെറിയൊരു ബോധം വരും, ഞാനിവിടെ ഇന്ന സ്ഥലത്ത് ഇന്ന കട്ടിലിൽ കിടക്കുകയാണ്, എന്നെ ഇവിടുന്ന് എഴുന്നേക്കണം, ഞാൻ എൻ്റെ പൊസിഷനൊക്കെ ഓർമ്മ വരും. പിന്നെയും അന്ന് രാത്രിയും ഇതുപോലെ അങ്ങ് ഗാഠനിദ്രയിലാവും. ആ ഒരൊറ്റ ഗ്യാപ്പേ ഉണ്ടായുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ആ കുട്ടി അതീന്ദ്രിയ അവസ്ഥയിൽ, ഭൗതികതയിൽ നിന്ന് അതീന്ദ്രിയയിൽ പോയത് അത്രയും ഗ്യാപ്പ് മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നു. അതിൻ്റെ ഇടയ്ക്ക് എത്ര വർഷങ്ങൾ കടന്നു പോയി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയില്ല എന്നാണ് വാസ്തവം. ഓക്കെ. നാരദ മഹർഷി അങ്ങനെ തിരിച്ചറിഞ്ഞില്ല. ഏതോ സത്യയുഗത്തിൽ സംഭവിച്ചതാണ് ആ കുട്ടിക്ക് ചാതുർമാസത്തില് വേദാന്തികളുടെ സാമീപ്യം ലഭിച്ചത്. അതേ തുടർന്നാണ് നാരദ മഹർഷി ആയത്. അതൊക്കെ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ആരെ കൊണ്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളും ഇപ്പോൾ അതീന്ദ്രിയ അവസ്ഥയിലേക്ക് പടിപടിയായിട്ട് ഉയരാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എത്ര വർഷം എടുക്കും ആ പരിപൂർണതയിൽ എത്താനെന്നുള്ളത് നമുക്കറിയില്ല. ആ പരിപൂർണതയിൽ എത്തിയാൽ തന്നെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയതെന്നും നമ്മൾ അറിയില്ല. അതാണ് ഭഗവാൻ പറയുന്നത്. ഭഗവത്ഗീതയിലെ 15-ാം അധ്യായത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നു, സർവസ്യ ചാകം ഹൃദിസന്നിവിഷ്ടോ മത്ത സ്മൃതിജ്ഞാനം അപോഹനം ച. ആ മത്ത, സ്മൃതി, ജ്ഞാനം ഇത് മൂന്നും തരുന്ന ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ആ മറവി എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലൊക്കെ എന്തായിരുന്നു എന്നൊക്കെ ഓർത്തു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും. അപ്പൊ ഇതൊന്നും നമ്മൾ ഒരു നിമിഷം മാത്രമായിട്ട് നമുക്ക് അനുഭവപ്പെടുള്ളൂ എന്ന് ഇവിടെ പറയുന്നു. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ശ്ലോകം 31. അന്തർബഹിശ്ച ലോകാം സ്ത്രീൻ പരേമ്യാസ്കന്ദിത വ്രത അനുഗ്രഹാത്മാഹ വിഷ്ണോർ വിഘാതാഗതി ക്വചിത്. അപ്പൊ സർവശക്തനായ വിഷ്ണുവിന്റെ കൃപയാൽ അതീന്ദ്ര ലോകത്തും
ഭൗതിക ലോകത്തിലെ 3 വിഭാഗങ്ങളിലും നിർവിഘ്നം ഞാൻ സഞ്ചരിക്കുന്നു. അനിയന്ത്രിതവും അവിഛിന്നവുമായ ഭക്തിയുത സേവനത്തിൽ ദൃഢീകൃതമാകയാൽ എനിക്ക് ഇപ്രകാരം സഞ്ചരിക്കാൻ സാധ്യമാകുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മൾ അഷ്ടാംഗ യോഗ പഠിച്ചാല് 8 സിദ്ധികൾ നേടുമെന്നും ആ 8 സിദ്ധികൾ കൊണ്ട് അണിമ ലഘുമ അങ്ങനെയുള്ള 8 സിദ്ധികളാണ് നേടുക. ആ സിദ്ധികൾ നേടിയാൽ ഈ ഭൗതിക ലോകത്തുള്ള 14 ലോകത്തിൽ എവിടെ വേണോ സഞ്ചരിക്കാൻ സാധിക്കും. എന്നാൽ അതീന്ദ്രിയ ശരീരം ലഭിച്ചു കഴിഞ്ഞാൽ ഈ 14 ലോകങ്ങളുള്ള ബ്രഹ്മാണ്ടത്തിന് പുറത്തുള്ള അനേകം ബ്രഹ്മാണ്ടങ്ങളിലും സഞ്ചരിക്കാൻ പറ്റും. അനേകം വൈകുണ്ഠ ലോകങ്ങളിലും അതീന്ദ്രിയ ധാമങ്ങളിലും സഞ്ചരിക്കാൻ പറ്റും. അത്രയും പവർഫുൾ ആയിട്ടുള്ള അതീന്ദ്രിയ ശരീരമാണ് ലഭിക്കുക എന്നർത്ഥം. അതുകൊണ്ട് തന്നെ നാരദ മഹർഷിക്ക് എവിടെ വേണോ സഞ്ചരിക്കാം, എപ്പോൾ വേണോ സഞ്ചരിക്കാം. ദേശകാല ഭേദമന്യേ സഞ്ചരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ കലിയുഗത്തിലും നാരദ മഹർഷി പ്രത്യക്ഷി ഭവിക്കുന്നുണ്ട്. നമ്മൾക്ക് കാണാൻ പറ്റുന്നില്ല, അറിയാൻ പറ്റുന്നില്ല എന്ന് മാത്രം. കാരണം നാരദ മഹർഷിയുടെ ശരീരം അതീന്ദ്രിയമാണ്. ആ അതീന്ദ്രിയതം കാണണമെങ്കിൽ നമ്മുടെ ഭൗതിക കണ്ണുകൾക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് പറയണേ, ഭാഗവതം വായിക്കുന്നിടത്ത്, സപ്താഹം നടത്തുന്നിടത്ത്, അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നിടത്ത്, അല്ലെങ്കിൽ ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യുന്നിടത്ത് 33 ദേവി ദേവന്മാരും നാരദ മഹർഷി, സപ്തർഷികള് അവരെല്ലാവരും സന്നിഹിതരായിരിക്കും. കാരണം അവർക്ക് കേൾക്കാൻ വളരെ ഉത്സാഹമുള്ള കാര്യമാണ് ഭഗവാന്റെ ശാസ്ത്രം എന്ന് പറയുന്നത്. അത് പറയുന്നിടത്ത് അവരെല്ലാവരും വരും. അവർ വരുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന സാധാരണ ജനങ്ങളായ നമ്മൾക്ക് ബ്ലെസ്സിങ് കിട്ടുകയാണ്. അവരുടെയൊക്കെ സാമീപ്യത്താൽ വൈഷ്ണവ അസോസിയേഷനിലൂടെ കിട്ടുന്ന ബ്ലെസ്സിങ് പോലെ അവരുടെയൊക്കെ ബ്ലെസ്സിങ് നമുക്ക് കിട്ടും. ആ ബ്ലെസ്സിങ് എല്ലാം അതീന്ദ്രിയതയിലേക്ക് ഉയരാൻ നമ്മളെ പ്രാപ്തരാക്കുകയും ചെയ്യും. അതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പാത്രീഭവിക്കണമെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ടുള്ള ഭഗവത് ശ്രവണം, അതുപോലെ തന്നെ ഭക്തിയുത സേവനം, ഭഗവാന്റെ നാമം ജപിക്കുമ്പോഴുള്ള ആത്മസമർപ്പണം, ഇതെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അതീന്ദ്രിയതയിലേക്ക് ഉയരാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നമ്മുടെ 14 ലോകങ്ങളുള്ള പ്ലാനറ്ററി സിസ്റ്റത്തിനെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് 3 ലോകങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതായത് ഉന്നത ലോകങ്ങൾ, അത് കഴിഞ്ഞ് മധ്യമ ലോകങ്ങൾ, പിന്നെ അധോ ലോകങ്ങൾ. അതിനെയാണ് ഇങ്ങനെ ഊർധ്വലോകം, മധ്യലോകം, അധോ ലോകം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് എളുപ്പം ഇംഗ്ലീഷിൽ പഠിക്കാനാണ്. അതായത് 4 ഹയർ പ്ലാനറ്ററി സിസ്റ്റം, 3 മിഡിൽ പ്ലാനറ്ററി സിസ്റ്റം, 7 ലോവർ പ്ലാനറ്ററി സിസ്റ്റം. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അതായത് 7 ലോവർ പ്ലാനറ്ററി സിസ്റ്റമാണ് അതല, വിതല, സുതല, രസാതല, മഹാതല, തലാതല, പാതാള. അത് 7 ലോവർ പ്ലാനറ്ററി സിസ്റ്റം. അതിന് തൊട്ട് മുകളിൽ വരുന്ന ഭൂലോകം, ഭുവർലോകം, സ്വർഗലോകം, ഈ 3 കൂടെ ചേർന്നതാണ് മിഡിൽ പ്ലാനറ്ററി സിസ്റ്റം. ഇതാണ് നമ്മുടെ മന്ത്രം ഉണ്ടല്ലോ, ഓം ഭൂർ ഭുവർ സ്വഹ എന്ന് പറയുന്നത്. ഭൂമി, ഭുവർലോകം, ഭൂമിയല്ല ഭൂലോകം, ഭുവർലോകം, സ്വർഗലോകം, ഇത് 3 കൂടെ ചേർന്നാണ് മിഡിൽ പ്ലാനറ്ററി സിസ്റ്റം. അതിനും ഉപരിയായിട്ടുള്ള ഹയർ പ്ലാനറ്ററി സിസ്റ്റമാണ് മഹർലോകം, ജനലോകം, തപലോകം, സത്യലോകം. ഇത് 4നെ ഹയർ പ്ലാനറ്ററി സിസ്റ്റം എന്ന് പറയും. അപ്പൊ ഇവിടെ പറയുന്നത് എങ്ങനെയൊക്കെ നോക്കിയാലും ജ്ഞാനികളായാൽ പോലും അല്ലെങ്കിൽ മഹർഷികളായാൽ പോലും അവർക്ക് ഈ ബ്രഹ്മാണ്ടത്തിന്റെ ഈ 14 ലോകങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനുസൃതം സഞ്ചരിക്കാൻ സാധിച്ചെന്നിരിക്കും. പക്ഷേ അതീന്ദ്രിയാവസ്ഥയിൽ എത്തിയ നാരദ മഹർഷിക്ക് ഇതിനും വെളിയിലുള്ള അനേകം വൈകുണ്ഠധാമങ്ങളിൽ ഈസി ആയിട്ട് സഞ്ചരിക്കാൻ സാധിക്കും എന്ന് ഇവിടെ പറയുന്നു. അതായത് ബ്രഹ്മാണ്ടങ്ങൾ അനേകം ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ഓരോ ബ്രഹ്മാണ്ടത്തിനകത്തും പല പ്ലാനറ്ററി സിസ്റ്റം ഉണ്ട്. നമ്മൾ അധിവസിക്കുന്ന ഭൂമി ഉൾക്കൊള്ളുന്ന ബ്രഹ്മാണ്ടത്തിൽ ഈ 14 ലോകങ്ങളാണെന്നേ ഉള്ളൂ. അതേപോലെ മറ്റു ബ്രഹ്മാണ്ടങ്ങളിൽ ചിലപ്പോൾ 10 കാണുള്ളൂ, ചിലതിൽ 20ഓളം കാണും, ചിലതിൽ 16 ആയിരിക്കും, ചിലതിൽ വെറും 3 ലോകങ്ങളെ കാണുള്ളൂ. പറയാൻ പറ്റില്ല. അക്കോർഡിംഗ് ടു ഭഗവാന്റെ വിഷ് എങ്ങനെയാണോ അതനുസരിച്ചാണ് ഓരോ ബ്രഹ്മാണ്ടത്തിന്റെ അകത്തും പ്ലാനറ്ററി സിസ്റ്റം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിലുള്ള ഈ ബ്രഹ്മാണ്ടത്തിന്റെ അകത്ത് മഹർഷീശ്വരന്മാർക്ക് ഈ 14 ലോകത്തിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ സാധിച്ചെന്നിരിക്കും. പക്ഷെ അതീന്ദ്രിയ ശരീരം ലഭിച്ച നാരദ മഹർഷിക്ക് ഇതിനും അപ്പുറത്തുള്ള വൈകുണ്ഠ ലോകങ്ങളിൽ സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞു തന്നിരിക്കുന്നത്. അതിൽ വേറെ എന്തെങ്കിലും മനസ്സിലാക്കാനായിട്ടുണ്ടോ? എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓർമ്മിപ്പിച്ചാൽ അതുകൂടെ കവർ ചെയ്യാം. എനിക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്, പറയാനായിട്ട് തോന്നിയത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കിയത് ഇത്രയും കാര്യങ്ങളാണ്. എന്തെങ്കിലും ഉണ്ടോ? ഇല്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. ഉണ്ടെങ്കിൽ പിന്നീട് പറഞ്ഞാൽ മതി, അടുത്ത ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ശ്ലോകം 32. ദേവദത്താമിമാം വീണാം സ്വരബ്രഹ്മ വിഭൂഷിതാം
മൂർച്ഛയിത്വാ ഹരികഥാം ഗായമാനാശ്ചര്യാമ്യഹം. അതായത് വീണ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഗീത ഉപകരണം നാരദന് സമ്മാനിച്ചത് ശ്രീകൃഷ്ണ ഭഗവാനാണെന്ന് ലിംഗപുരാണത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ വസ്തുത ശ്രീല ജീവഗോസ്വാമിയാൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. ശ്രീകൃഷ്ണനും നാരദനും നിർവിശേഷമാണ് ഈ അതീന്ദ്രിയ സംഗീത ഉപകരണം. എന്തെന്നാൽ ഇവയെല്ലാം തന്നെ സമാന അതീന്ദ്രിയ വിഭാഗങ്ങളാകുന്നു. ഇത്തരം സംഗീത ഉപകരണങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്ന ശബ്ദ പ്രകമ്പനങ്ങൾ ഭൗതികങ്ങളല്ല. ആകയാൽ നാരദന്റെ ഈ സംഗീത ഉപകരണത്താൽ വിസ്തൃതമായി വിതറപ്പെടുന്ന മഹാത്മ്യങ്ങളും ലീലകളും ഭൗതിക ലഹരിയുടെ ഛായ ലവലേശം പോലും ഇല്ലാത്ത ആത്മജ്ഞാനവുമാകുന്നു. സപ്തസ്വരങ്ങൾ, അതായത് സ രി ഗ മ പ ധ നി സ എന്നിവ ആ അതീന്ദ്രിയവും സവിശേഷമായി അതീന്ദ്രിയ ഗാനങ്ങളെ ഉദ്ദേശിച്ചുള്ളവയും ആകുന്നു. ഭഗവാന്റെ ശുദ്ധഭക്തനാകയാൽ ഭഗവാനാൽ സമ്മാനിതമായ സംഗീത ഉപകരണത്തെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു പാട്ടാണെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് എത്താറുണ്ട്. അതിന്റെ എക്സാമ്പിളാണ് ഈ കുട്ടികളുടെ മറ്റേ സംഗീത പരിപാടി ഉണ്ടല്ലോ, സ്റ്റാർ സിംഗർന്നോ എന്തൊക്കെ പറഞ്ഞിട്ട് അതില് ഏത് കുട്ടിയായാലും ആ ചിത്ര പാടിയ ആ പാട്ടുണ്ടല്ലോ, കണ്ണാന്ന് വിളിച്ചിട്ടുള്ള ഒരു പാട്ട്, അത് പാടിക്കഴിയുമ്പോൾ അറിയാതെ തന്നെ കുട്ടികൾ കരയാറുണ്ട്, കണ്ണ് നിറയാറുണ്ട്. ഏത് പ്രായത്തിലുള്ള കുട്ടിയായാലും ആത്മാർത്ഥമായിട്ടാണ് അത് പാടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം അത് ആത്മാവിൽ അത് കൊള്ളുന്നത് കൊണ്ടാണ്. ആ കുട്ടിക്ക് ആ എക്ടസിയാണ് അത് വരുന്നത്. കണ്ണുനീര് വരുന്നത് കരയുന്നതല്ല യഥാർത്ഥത്തിൽ, അത് ആ എക്ടസി മൂഡാണ്. ഒരു ഭക്തന് ആ എക്ടസി മൂഡ് വരണം എന്നാ പറയുന്നത്. ഭക്തിയുത സേവനം ചെയ്യുമ്പോഴും ചാണ്ടി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷൻ കേൾക്കുമ്പോഴോ അത് പാടുമ്പോഴോ ഒക്കെ ആ എക്ടസിയിൽ നമ്മൾ എത്തണം എന്നാണ് പറയുക. അതാണ് ആ കുട്ടിയിലൂടെ നമ്മൾ കാണുന്നത്. പക്ഷെ അത് തിരിച്ചറിയുന്നില്ല ആരും തന്നെ, ആ കുട്ടി പോലും തിരിച്ചറിയുന്നില്ല. പക്ഷെ കുട്ടിക്ക് അറിയാം എന്തോ ഒരു ആത്മീയ ആനന്ദമാണ് എൻ്റെ കണ്ണുനീരായിട്ട് വരുന്നതെന്ന്. അത് തിരിച്ചറിയുന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. അത് പറയാൻ അതിനെ അറിയില്ല, കാരണം അത് ഇതൊന്നും പഠിക്കാത്തതുകൊണ്ടോ അറിയാത്തതുകൊണ്ടോ ആണ്. പക്ഷെ അതാണ് നമ്മൾ കാണുന്നത്, പ്രത്യക്ഷത്തിൽ കാണുന്നതാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ ഉണ്ടാവുന്നുണ്ടോ എന്ന് സ്വയം അനലൈസ് ചെയ്ത് നോക്കിയാൽ അറിയാം. എത്രയോ ഭക്തന്മാർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്, പക്ഷെ അവരങ്ങനെ പറയാറില്ല എന്ന് മാത്രം. അപ്പൊ ഈ സപ്തസ്വരങ്ങൾ തികച്ചും ഭഗവാനിൽ നിന്ന് വന്നതാണ്. അത് മാത്രമല്ല, സകല ജ്ഞാനവും ഭഗവാനിൽ നിന്നുള്ളതാണ്, ഉണ്ടായിട്ടുള്ളതാണ്. അല്ലാതെ ഒന്നും ഈ ലോകത്തില്ല എന്നാണ് പറയുന്നത്. ഭഗവാനിൽ നിന്ന് അല്ലാതെ മറ്റൊന്നും ഇല്ല ലോകത്ത്. അഥവാ ഈ ലോകത്തുള്ളതെല്ലാം ഭഗവാനിൽ നിന്ന് വന്നതാണ്, നല്ലതായാലും ചീത്തയായാലും. ഓക്കെ, അപ്പോൾ ഹരിബോൽ ഭഗവാന്റെ മഹാത്മ്യങ്ങൾ ഇങ്ങനെ സദാ ആലപിച്ചുകൊണ്ട് ഭഗവത് സേവനത്തിൽ അവയെ എൻഗേജ് ചെയ്യിക്കണം എന്നാണ് പറയുന്നത്. ഏതിനെയൊക്കെ? നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഇങ്ങനെ ഭഗവാന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഭഗവത് ധാമത്തിലേക്ക് എത്താനുള്ള പടികൾ തെളിഞ്ഞു കാണുക തന്നെ ചെയ്യും. ഹരിബോൽ, ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. മാതാജി നന്നായിട്ട്, മാതാജി കംപ്ലീറ്റ് അത് ഇംഗ്ലീഷിലും കൂടെ പറഞ്ഞതുകൊണ്ട് നന്നായി. അത് നമുക്ക് ഓർമ്മപ്പെടുത്താം ഭക്തി വിനോദ് മഹാരാജിനെ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ശ്ലോകം 33. സമയം ഇത്തിരി അതിക്രമിച്ചു. എന്തായാലും ഈ 36 വരെ ഒന്ന് ജസ്റ്റ് പോകാൻ പറ്റുമോ നോക്കാം. പ്രഗായത സ്വവീര്യാണി തീർത്ഥപാദ പ്രിയശ്രവ ആഹൂദൈവ മേ ശീക്രം ദർശനം യാതി ചേതസി. അതായത് ആരുടെ മാഹാത്മ്യങ്ങളും കർമ്മങ്ങളുമാണോ കർണ അമൃതമായിട്ടുള്ളത്, ആ പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ ദിവ്യ ഭഗവത് ലീലകളെ ഞാൻ ആലപിക്കാൻ ആരംഭിച്ചപ്പോൾ തന്നെ തൽക്ഷണം എൻ്റെ ഹൃദയ സിംഹാസനത്തിൽ ഞാൻ അധികാരത്തിന്മേൽ ആവശ്യപ്പെട്ടതുപോലെ ഭഗവാൻ പ്രത്യക്ഷനായി. കണ്ടോ, നാരദ മഹർഷി ആയിക്കൊണ്ട് ആ വീണയെ ഏന്തിക്കൊണ്ട് നാരായണ നാരായണ എന്ന് ജപിച്ച് നടക്കുന്ന നാരദ മഹർഷിയുടെ മുന്നിൽ സദാസമയവും ഭഗവാന്റെ 4 ഹാൻഡഡ് ഫോം പ്രത്യക്ഷനാണ് എന്നാണ് പറയുന്നത്. അത് കാണാൻ സാധിക്കുന്നുണ്ട് നാരദ മഹർഷിക്ക്. നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത്രയും നാളും നമ്മൾ നാരദ മഹർഷിയെ വെറും ഒരു ഏഷണിക്കാരനായിട്ടും ഒരു നുണയനുമായിട്ടൊക്കെയാണ് നമ്മൾ പ്രതിപാദിച്ച് കണ്ടിട്ടുള്ളത്. മറ്റുള്ളിടത്ത് എല്ലാവരും ഇങ്ങനെ പറയുന്നത് അല്ലേ. കലിയുഗത്തില് നാരദ മഹർഷിക്ക് പോയിട്ട് ഭഗവാനൊന്നും സ്ഥാനമില്ല, അവിടെ നാരദ മഹർഷിക്ക് അതിനേക്കാളും സ്ഥാനമില്ല, ഭക്തന്മാർക്ക് ഒട്ടും സ്ഥാനമില്ല. എങ്കിൽ പോലും ഭക്തന്മാരായിട്ടുള്ളവര്, ഭഗവത് ഭക്തിയുത സേവനം ചെയ്യുന്നവര് ഇങ്ങനെയുള്ള ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ തിരിച്ചറിയണം, അവരെയൊക്കെ നമിക്കണം. ശരിക്കും നാരദ മഹർഷിയുടെ ഭഗവത് പാതാര വിന്ദങ്ങളെയാണ് ഈ ഭക്തന്മാർ വൈഷ്ണവര് ഫോളോ ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് നാരദീയ പഞ്ചരാത്രിക വിധി അനുസരിച്ചിട്ടാണ്
നമ്മുടെ ഇസ്കോൺ ടെമ്പിളിലെല്ലാം വർഷിപ്പ് നടത്തുന്നത്. നാമരൂപലീല ഗുണങ്ങളിൽ ഇങ്ങനെ കീർത്തനം നടത്തുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ ഭഗവാനോട് അടുക്കുകയാണെന്ന്. നാരദ മഹർഷി സദാസമയവും നാരായണ നാരായണ ജപിച്ചുകൊണ്ട് അന്തരംഗത്തിൽ ഭഗവാനെ ദർശിച്ചുകൊണ്ടേ നടക്കുകയാണ്. അതുകൊണ്ടാണ് സദാസമയം നാരദ മഹർഷിയുടെ മുഖത്ത് ആ പുഞ്ചിരി വിടരുന്നത്. ആ ചിരി കാണുന്നത് മനസ്സ് നിറയെ ഭഗവാനാണ്, ഹൃദയത്തിൽ നിറയെ ഭഗവാൻ അങ്ങനെ വിരാജിച്ചിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ടാണ് നാരദ മഹർഷി നടക്കുന്നത്. അല്ലാതെ കാല് വയ്ക്കുന്ന സ്ഥലങ്ങളിലല്ല നോട്ടം എത്തുന്നത്. ആ കണ്ണുകൾ അടച്ചിരിക്കും വേണമെങ്കിൽ, എന്നിട്ടും നടക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? അകക്കണ്ണിൽ ഭഗവാനെ ദർശിച്ചുകൊണ്ടേയിരിക്കുന്നതിനാൽ. ആ അതീന്ദ്രിയ അവസ്ഥയിൽ എത്താനാണ് ഓരോ ഭക്തനും ശ്രമിക്കേണ്ടത് എന്ന് സാരം. അതെങ്ങനെ ശ്രമിക്കാൻ പറ്റും? നമുക്ക് ഭക്തിയുത സേവനത്തിൽ ഈ മനുഷ്യ ജന്മത്തിൽ ഈ ഭൂമിയിൽ, അതാണ് ഭൂമിയുടെ ഇത്രയും പ്രത്യേകത, ഭൂമിയിൽ ഇരുന്നു കൊണ്ട് വേണം നമുക്ക് എങ്ങോട്ട് വേണോ പോവാൻ പറ്റുക. മറ്റേതെങ്കിലും ലോകത്താണെങ്കിൽ നമ്മൾ ഭൂമിയിൽ വന്ന് ജന്മം എടുത്തിട്ട് പിന്നെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്. അതുകൊണ്ടാണ് അബ്രഹ്മ ഭുവനാർ ലോക പുനരാവർത്തിനോ അർജുന എന്ന് പറയുന്നത്. അതായത് ബ്രഹ്മലോകത്ത് എത്തിപ്പെട്ടാൽ പോലും പിന്നെയും പുനർജന്മം ഇവിടെ വന്ന് എടുത്തിട്ട് പിന്നെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടിട്ട് നമുക്ക് ഭഗവത്ധാമത്തിൽ എത്താൻ പറ്റും. അപ്പൊ എത്രയോ ജന്മങ്ങൾ ചിലപ്പോൾ നമ്മൾ ഹയർ പ്ലാനറ്ററി സിസ്റ്റത്തിൽ നിന്നൊക്കെ വന്നവരായിരിക്കാം മേ ബി. അപ്പോ അങ്ങനെ വരുന്നതാണെങ്കിലും ഭൂമിയിൽ വന്ന് ജന്മം എടുത്തിട്ട്, അതും പ്രത്യേകിച്ച് ഭാരതഭൂമിയിൽ ജന്മം എടുക്കുന്നവരാണ് ഏറ്റവും ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ജന്മം കിട്ടി ഈ ഭാഗ്യത്തെ കളയാതെ നമ്മൾ അങ്ങേറ്റത്തോളം ഭഗവത് ഭക്തിയുത സേവനത്തെ വിനിയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ജന്മത്തിനൊടുവിൽ നമുക്ക് ഭഗവാന്റെ അതീന്ദ്രിയ ധാമത്തിൽ പോകാനുള്ള വഴി തെളിഞ്ഞു കിട്ടും. തീർച്ചയായിട്ടും എത്തിപ്പെടാൻ സാധിക്കും. ഭഗവാൻ തീർച്ചയായിട്ടും കൊണ്ടുപോകും. അപ്പൊ നാരദ മഹർഷി നാരായണ നാരായണ ജപിക്കുന്നത് ഭഗവാന്റെ മഹിമകൾ ഗ്ലോറിഫൈ ചെയ്യുന്നതും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ നാരദ മഹർഷിക്ക് വീണ്ടും വീണ്ടും അത്യുന്നതയിൽ എത്താൻ വേണ്ടിയിട്ടല്ല. ഓൾറെഡി അത്യുന്നതയിൽ എത്തി നിൽക്കുകയാണ്. ഇനി അതിൻ്റെ അപ്പുറത്തൊന്നും ഇല്ല. അപ്പോൾ അതിൻ്റെ ആവശ്യം നാരദ മഹർഷിക്ക് ഇല്ല. പകരം മറ്റുള്ള പതിതാത്മാക്കളെ കൂടെ ആ അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നാരദ മഹർഷി ഇങ്ങനെ അനുസ്യൂതം ഗ്ലോറിഫിക്കേഷൻ നടത്തിക്കൊണ്ടേയിരിക്കുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഹരിബോൽ ഹരേ കൃഷ്ണ. ഒരു ശ്ലോകം കൂടെ നോക്കാം. ശ്ലോകം 34. ഏതധ്യാതുരചിത്താനാം മാത്രാസ്പർശേചയാമുഹു ഭവ സിന്ധുപ്ലവോ ദൃഷ്ടോ ഹരിചര്യാനുവർണ്ണനം. അതായത് ഇന്ദ്രിയങ്ങൾ ആനന്ദദായകമായ വിഷയങ്ങളിൽ സമ്പർക്കത്തിലാകാൻ അഭിലഷിക്കുന്നത് കാരണം സദാ മനോവ്യതകളാലും ഉത്കണ്ഠകളാലും സാന്ദ്രമായവർക്ക് പരമദിവ്യോത്തമ പുരുഷന്റെ അതീന്ദ്രിയ ലീലകളുടെ നിരന്തര ജപമാകുന്ന വഞ്ചിയാൽ അജ്ഞതയാകുന്ന സാഗരത്തെ തരണം ചെയ്യാൻ സാധ്യമാകുന്നു. അത് ഞാൻ സ്വയം അനുഭവിച്ചറിഞ്ഞതാകുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് നാരദ മഹർഷിയുടെ അത്രയും ചരിത്രം പറഞ്ഞു തരികയാണ്, ജന്മരഹസ്യം പറഞ്ഞു തരികയാണ്. ഇത്രയും ക്ലിയർ ആയിട്ട് വ്യക്തമാക്കി തരുന്ന എന്തിനാണ്? നമ്മളെ പോലെയുള്ളവർക്കും അങ്ങനെ ഒരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. ഹരിബോൽ ഹരേ കൃഷ്ണ. ഓക്കെ.